ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കുറേ ദിവസമായി എല്ലാവരെയും കണ്ടിട്ട്. ഇന്നപ്പോൾ ദേ ഒമർക്കാക്ക് ഓഫുള്ള ദിവസം കാരണം ഞങ്ങൾ ഓർത്തു ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഓർത്തു. ഇവിടെ എന്നിറങ്ങിയാലും മഴയാണ്, വെയിലും മഴയൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയാൽ ഒന്നും നടക്കില്ല. സോ ഞങ്ങളങ്ങനെ ഇറങ്ങി ലണ്ടനിലേക്കാണ് പോകുന്നത്, സെൻട്രൽ ലണ്ടനിലേക്കാണ്. ലണ്ടനിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ബിക്കോസ് ഇവിടുന്ന് പോകാൻ നല്ല ഈസിയാണ്. ജസ്റ്റ് ഒരു ബസ് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാം, ലണ്ടനിൽ പോയിട്ട് കാണാം. അങ്ങനെ അപ്പോൾ അതെ അക്സു ഓരോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് ഇതാ വെള്ളത്തിലൊക്കെ ചാടി ഷൂവും സോക്സൊക്കെ നല്ല ചീത്തയാക്കി കേട്ടോ ഗൈസ്. അങ്ങനെ ബസ്സിൽ കയറി ഞാൻ ഒരു ഗാലക്സിയൊക്കെ കഴിച്ച് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങേണ്ട ക്ലൈമറ്റാണ്. ഞങ്ങളിതാ ലണ്ടൻ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അങ്ങനെ ഇതാ വൈറ്റ് ചാപ്പൽ എത്താറായിട്ടോ. വൈറ്റ് ചാപ്പലിലാണ് ലണ്ടനിലെ ബിഗ്ഗസ്റ്റ് മോസ്ക് ഉള്ളത്. ഇതാണ് ഈസ്റ്റ് ലണ്ടൻ മോസ്ക്. ഇതാണ് ലണ്ടനിലെ ബിഗ്ഗസ്റ്റ് മോസ്ക് കേട്ടോ. അവിടെ നിന്ന് ഒരു 2 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ലണ്ടനിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഇതാ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരുമ്പോഴാണ് സത്യത്തിൽ ഇതൊരു ലണ്ടനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും ഒരു ലണ്ടൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ നേരത്തെ മറ്റേ സിനിമയിൽ പറയണ പോലെ പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയും അതൊക്കെയാണ് കൂടുതലും. ഔട്ടറിൽ പോയാൽ ഫുൾ പച്ചപ്പാണ്. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം നമ്മുടെ ടവർ ബ്രിഡ്ജ് എത്തി. ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. അവിടെ എത്തി. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു ബോർഡിൽ വായിച്ചു ടവർ ബ്രിഡ്ജ് ഇസ് ക്ലോസ്ഡ് എന്ന് വായിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു എന്താ സംഭവം എന്നോർത്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഷിപ്പ് വരാൻ നേരത്തെ ബ്രിഡ്ജ് 2ആയിട്ട് ഓപ്പൺ ആവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. കാര്യം പറഞ്ഞാൽ എനിക്ക് ആ വ്യൂ കാണിക്കണം എന്നുണ്ടായി. ബട്ട് ഈ റഷിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓടി അവിടെ താഴെ എത്താൻ പറ്റിയില്ല അത് കാണിക്കാൻ. ബട്ട് മാക്സിമം ഞാൻ ഓടി. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണാം. ബ്രിഡ്ജ് പൊങ്ങിയിരിക്കുന്നുണ്ട് 2 ഇതായിട്ട്. ആ റോഡിൻ്റെ മാർക്കൊക്കെ നിങ്ങൾക്ക് കാണാം. ബ്രിഡ്ജ് പൊങ്ങിയിരിക്കുന്നതാണ് ആ കാണുന്നത്. അത് കാണാൻ എനിക്ക് പറ്റി. എന്തായാലും ഞാൻ ഇന്ന് അതുകൊണ്ട് ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ക്യാമറയുടെ അകത്ത് ആരോ വന്നു. അപ്പോഴത്തേക്കും നമുക്ക് നോക്കിക്കേ, ബ്രിഡ്ജ് 2ആയിട്ട് പിന്നെയും താഴത്തേക്ക് താന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരത്തേക്കാന്ന് തോന്നുന്നു ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കുള്ളൂ. ഇത് ഞാൻ വന്നിട്ട് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ബ്രിഡ്ജ് 2ആയിട്ട് ഓപ്പൺ ആവണത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വ്യൂ ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ 2ആയിട്ട് പൊങ്ങിയ ബ്രിഡ്ജിൻ്റെ നടുക്കിക്കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവുക. ശരിക്കും പറഞ്ഞാൽ ഈ ടവർ ബ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് കയറാം. അകത്ത് കയറി നമുക്ക് വ്യൂ മുകളിൽ നിന്ന് ഒക്കെ ആസ്വദിക്കാം. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ബട്ട് അതിൻ്റെ അകത്ത് കയറുന്നതിന് പൈസ കൊടുക്കണം. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞങ്ങൾ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തേംസ് റിവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ക്യാമറയൊക്കെ മാറ്റി നടക്കുന്നു. ഈ കാണുന്ന പാത്തിക്കോട് നടന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത്. അകത്ത് കയറിയാൽ മാത്രം. അല്ലാതെ എനിക്ക് തോന്നുന്നു അകത്ത് കയറിയാലും താഴെ നിന്നാലും സത്യം പറഞ്ഞാൽ ഈ സെയിം വ്യൂ തന്നെയല്ലേ. പിന്നെ എന്തിനാ പൈസ കൊടുത്ത് അകത്ത് കയറുന്നത് എന്നെനിക്കറിയില്ല. ഇതാണ് ടവർ ബ്രിഡ്ജ്. എല്ലാവരും ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയും. പക്ഷേ ഇത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഇതാണ് ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് താഴെ ഇറങ്ങിപ്പോയി ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ കൂടെ നടന്നാലാണ് നമ്മുടെ ഈ ടവർ ബ്രിഡ്ജിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ടവർ ബ്രിഡ്ജിൻ്റെ വ്യൂ നമുക്ക് കാണാം. ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഈ കാണുന്ന ഒരു രൂപമാണ് മനസ്സിൽ വരുന്നത്. എല്ലാവരുടെ മനസ്സിലും വരുന്നത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഫോട്ടോയാണ് എല്ലാവരുടെ മനസ്സിലും വരുന്നത്. അങ്ങനെ ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അക്സമിന് അതിൽ കയറിയിരിക്കണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവനെ കയറ്റിയിരുത്തി. അവന് സന്തോഷമായി. അവൻ്റെ ഒരു ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. അങ്ങനെ അവൻ അതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നു. നല്ല തണുപ്പാണ്. അയൺ റോഡ് കാരണം തണുപ്പാകുമ്പോഴത്തേക്കും അവന് പിടിക്കാൻ പറ്റാണ്ട് പെട്ടെന്ന് തന്നെ ആൾ ചാടി ഇറങ്ങി അതിൽ നിന്ന്. പിന്നെ ഇവിടെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടവർ ബ്രിഡ്ജിൻ്റെയും ടവർ ഓഫ് ലണ്ടൻ, പിന്നെ ഷിപ്പ്, അങ്ങനെ കുറേ ഈ ഏരിയയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ടവർ ഓഫ് ലണ്ടൻ. ഈ ടവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ് ഈ
കാണുന്ന ഒരു കാസിലിരിക്കുന്നത്. ഈ കാസിൽ ഉണ്ടാക്കിയത് വില്യം ദ കോൺഗറർ എന്ന് പറഞ്ഞ ആളാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനി പഠിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ഷിഹാബ് സാറിനെയും എൻ്റെ ഫാത്തിമ മിസ്സിനെയും ഹബീബ മിസ്സിനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി എന്താണ് ബോധവും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് ലൈറ്റൊക്കെ ഇട്ടു. നല്ല ഭംഗിയുണ്ടായി കാണാൻ. കുറേ നേരം തേരാപ്പാര നടന്നു. അങ്ങനെ തിരിച്ചു